നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBI. SBI അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു നോർമൽ ബാങ്കിങ് ജോലിയിലെ പ്രൊഫൈലിലെ അവസരം അല്ല, ഇത് ടെക്നിക്കൽ അവസരങ്ങളാണ്. അതായത് സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ 3 മേഖലകളിലാണ് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഫയർ. അപ്പോൾ ഇതേ മേഖലകളിൽ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന തസ്തികയിലേക്ക് തന്നെയാണ് ആപ്ലിക്കേഷൻ. അതുകൊണ്ട് ഒരു ബാങ്കിലെ SBIയിലെ അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികയിലെ എല്ലാ ബെനിഫിറ്റ്സും അല്ലെങ്കിൽ സാലറി സ്ട്രക്ചറും എല്ലാം ഇവർക്ക് ലഭിക്കുന്നതുമാണ്. ഈ വ്യത്യസ്തമായ ഒരു മേഖലയിലെ എൻജിനീയേഴ്സായ നിങ്ങൾക്ക് ഈ ഒരു മേഖല നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പഠിച്ച അതേ മേഖലയിൽ, അതും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ 169 വേക്കൻസീസാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്തിരിക്കുന്നത്. വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാര്യങ്ങളെക്കുറിച്ച്, അപേക്ഷിക്കുന്ന രീതി, ഏത് ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണം, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഓൾറെഡി ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മഹത്വം നമ്മൾ പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച്. ബിക്കോസ് ഇറ്റ്സ് എ വെരി മച്ച് റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ, ദ ബിഗസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ. അപ്പോൾ 169 വേക്കൻസീസാണ് നമുക്കുള്ളത്. ഇത് 2 തരത്തിലാണ് ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ 3 തസ്തികകൾ പറഞ്ഞു. സിവിൽ, ഇലക്ട്രിക്കൽ, ഫയർ എന്നുള്ള 3 മേഖലകൾ ഞാൻ പറഞ്ഞു. അതിൽ സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ ഒരുമിച്ച് ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഒരുപോലെയാണ്. ഫയറിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എലിജിബിലിറ്റി വ്യത്യസ്തമാണ്. ഈ 2 രീതിയിൽ വേണം നമ്മൾ ഈ അവസരങ്ങളെ കാണാൻ. അപ്പോൾ ഞാൻ ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളോട് ഒന്ന് സൂചിപ്പിക്കാം. വ്യക്തമായി പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ 2 തസ്തികകൾക്ക് സെയിം ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. അതായത് സിവിൽ, ഇലക്ട്രിക്കൽ തസ്തികകളിലേക്ക് ഒന്നുകിൽ നിങ്ങൾക്കൊരു BE വേണം, അല്ലെങ്കിൽ ഒരു BTech വേണം. ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് അഥവാ ബാച്ചിലർ ഓഫ് ടെക്നോളജി ഇൻ സിവിൽ അല്ലെങ്കിൽ ഇൻ ഇലക്ട്രിക്കൽ, ഈ 2 മേഖലകളിൽ നിങ്ങൾക്ക് ഒരു BE അഥവാ BTech ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ സിവിലിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ BTech ഓർ BE ഇൻ സിവിൽ വേണം. 2 വർഷം സിവിൽ മേഖലയിൽ, സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള എക്സ്പീരിയൻസും നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കണം. ഇനി ഇത് സിമിലർ ആണെങ്കിലും മൂന്നാമത്തെ ഏരിയ, അതായത് ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. അതായത് ഫയർ സേഫ്റ്റി 4 ഇയർ ഡിഗ്രി ചെയ്തവരായിരിക്കണം. 3 ഓപ്ഷൻസാണ് നിങ്ങൾക്കുള്ളത്. ഫയറിലേക്ക് നോക്കുന്നവരാണെങ്കിൽ, ഫയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കുന്നവർക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒന്നാമത്തെ ഓപ്ഷൻ ഫയർ സേഫ്റ്റി 4 ഇയർ ഡിഗ്രി, അതായത് ഫയർ സേഫ്റ്റി മേഖലയിലുള്ള 4 വർഷത്തെ ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്ത ഒരാളായിരിക്കണം. ഇനി അതില്ല എങ്കിൽ അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫയർ എഞ്ചിനീയറിംഗ് നൽകുന്ന ഒരു ഡിഗ്രി. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫയർ എഞ്ചിനീയറിംഗിലെ ഡിഗ്രി പാസ്സായവർക്കും അപേക്ഷിക്കാം. ഇനി മൂന്നാമത് ഓരോ ഓപ്ഷൻ കൂടെ ഉണ്ട്. അത് ഡിവിഷണൽ ഓഫീസേഴ്സ് കോഴ്സ് എന്ന് പറഞ്ഞ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായാലും മതി. പക്ഷേ അങ്ങനെയാണെങ്കിൽ 3 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണം. അപ്പോൾ ഇതിൽ ഈ 3 ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന്, അതായത് ഫയർ സേഫ്റ്റിയിലെ 4 വർഷ ഡിഗ്രി, അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫയർ എഞ്ചിനീയറിംഗിലെ ഒരു ഡിഗ്രി, അതുമല്ലെങ്കിൽ ഡിവിഷണൽ ഓഫീസേഴ്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 3 വർഷത്തെ എക്സ്പീരിയൻസ്, ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ഏജ് പറയുന്നത് 21 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ആദ്യ 2 ഓപ്ഷനുകളിൽ അപേക്ഷിക്കാം. അതായത് സിവിൽ, ഇലക്ട്രിക്കൽ മേഖലയിലെ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് 21നും 30നും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അതേസമയം ഫയറിൻ്റെ കാര്യം വരുമ്പോൾ 21നും 40നും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാം. അവർക്ക് 10 വർഷം എക്സ്ട്രാ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം 40 വയസ്സിനുള്ളിൽ നിങ്ങളായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. 40 ക്രോസ് ചെയ്യരുത് എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി സാലറി സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞാൽ 48,480 നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. നിങ്ങൾക്ക് ഫർദർ പ്രൊമോഷനൊക്കെ കിട്ടി, അല്ലെങ്കിൽ ഫർദർ ഇൻക്രിമെൻറ്റ്സ് ഒക്കെ കിട്ടി. ഇതിൻ്റെ ഹയർ ലെവൽ അസിസ്റ്റൻറ്റ് മാനേജർ തസ്തിക 85,920. അപ്പം ലളിതമായി പറഞ്ഞാൽ 48,000 മുതൽ ഏതാണ്ട് 85,000 വരെ മന്ത്ലി സാലറി റേഞ്ച് ചെയ്യുന്ന ഒരു പൊസിഷൻ കൂടിയാണിത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനിയും സിവിലിലും ഇലക്ട്രിക്കലിലും ഏതാണ്ട് കോമൺ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ആണ്. അതായത് സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞാൽ സിവിലിലും ഇലക്ട്രിക്കലിലും ഒരു ഓൺലൈൻ എക്സാം ഉണ്ടായിരിക്കും. ആ ഓൺലൈൻ എക്സാമിന് ശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇത് തസ്തികകൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആകാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ
ഒട്ടാകെ ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് തന്നെ എവിടെയാണെങ്കിലും നമുക്ക് അതിനെക്കുറിച്ചൊരു എന്താ പറയുന്നത് ഒരു മുൻകൂട്ടി അറിയാൻ സാധിക്കില്ല. കേരളത്തിൽ തന്നെ വേക്കൻസി എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇന്ത്യയിൽ എവിടെയും ആകാൻ ഉള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ സിവിലിനും ഇലക്ട്രിക്കലിനും ഓൺലൈൻ എക്സാമും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതേസമയം ഫയറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച് ഒരു ഷോർട്ട് ലിസ്റ്റ് അവർ തയ്യാറാക്കും. അതായത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, റെസ്യൂമേ എല്ലാം കൊടുക്കുന്നുണ്ടാവും. അതിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ ഒരു വ്യത്യാസമുണ്ട്. അത് ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ സൂചിപ്പിക്കാം. കാരണം റെസ്യൂമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. സാധാരണ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് പോലെയല്ല. നിങ്ങളുടെ ഒരു റെസ്യൂമേ അല്ലെങ്കിൽ ബയോഡേറ്റ എന്നൊക്കെ പറയുന്ന സാധനം അത് ഏറ്റവും മനോഹരമായി പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കഴിവുകളെയൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് ഒരു റെസ്യൂമേ തയ്യാറാക്കുക. റെസ്യൂമേ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് കേട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാര്യം മാത്രം ഞാൻ ഇപ്പോൾ ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങളുടെ റെസ്യൂമേയിൽ നിങ്ങളുടെ ഈ യുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങളൊരു ഫയർ മേഖലയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങളുടെ ആ മുൻപ് ജോലി ചെയ്ത സ്ഥാപനങ്ങളിലെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു, നിങ്ങൾക്ക് അഡീഷണൽ എന്തൊക്കെ ടാലൻറ്റ് അതിലുണ്ട്, എന്തൊക്കെ സ്കിൽസ് നിങ്ങൾക്ക് അതിലുണ്ട്, അഡീഷണൽ സർട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾ ആ മേഖലയിൽ ചെയ്ത അഡ്വാൻറ്റേജുകൾ, നേടിയ അഡ്വാൻറ്റേജുകൾ, കഴിവുകൾ, ഡെവലപ്പ് ചെയ്ത സ്കിൽസ്, ഇതെല്ലാം ഒന്ന് ആ റെസ്യൂമേൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുക. കാരണം ഈ ഫയറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനെ ബേസ് ചെയ്ത് മാത്രമാണ് അവരൊരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. വേറെ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഈ കൊടുക്കുന്ന ഡീറ്റെയിൽസിനെ ബേസ് ചെയ്ത് ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കും. ഈ ഷോർട്ട് ലിസ്റ്റിൽ നിന്നും ഒരു ഇൻ്റർവ്യൂവും നടക്കും. അപ്പം ഷോർട്ട് ലിസ്റ്റിനെ തയ്യാറാക്കി ആ ലിസ്റ്റിൽ നിന്നൊരു ഇൻ്റർവ്യൂ നടക്കും. അതിനെ മാത്രം ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് ഓർക്കുക. ഇനിയും സിവിലിൻ്റെയും ഇലക്ട്രിക്കലിൻ്റെയും കാര്യത്തിൽ ഒരു എക്സാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് 100 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും. 135 മിനിറ്റുള്ള ഒരു എക്സാം ആയിരിക്കും എന്നുള്ള കാര്യവും പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് ഇലക്ട്രിക്കലും സിവിലും ഒക്കെയായി ബന്ധപ്പെട്ടതാകാം അതിൽ ആ എക്സാമിൽ കൂടുതലും ചോദ്യങ്ങൾ. അതിനോടൊപ്പം കറണ്ട് അഫയേഴ്സിനെ കുറിച്ചും ബാങ്കിങ് മേഖലയെക്കുറിച്ചും ഒക്കെയുള്ള ചോദ്യങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ചെയ്യുക. ബാങ്കിങ് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ അനായാസം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 750 രൂപയാണ്. മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് അതിൻ്റേതായ റിഡക്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആപ്ലിക്കേഷൻ ഫീ ഒഴിവാകുന്ന ഓപ്ഷനുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ജനറൽ കാറ്റഗറിക്ക് 750 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീ. ഇനി ഇതിന് മറ്റൊരു കാര്യം, ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതിനകത്തൊരു പ്രത്യേകതയുള്ളത്, ആപ്ലിക്കേഷൻ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ഒരു ഫോട്ടോ വേണം, നിങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് റെസ്യൂമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ സോഫ്റ്റ് കോപ്പി ഒന്ന് സെൻഡ് ചെയ്യണം. അതുപോലെ ഒരു ID പ്രൂഫും നിങ്ങൾ അതിനോടൊപ്പം ആപ്ലിക്കേഷനോടൊപ്പം തന്നെ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് പോകേണ്ടതുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഡിസംബർ 12 12th ഡിസംബർ 2024 ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ അതിന് മുൻകൂട്ടി കണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നല്ലൊരു റെസ്യൂമേ ഒക്കെ പ്രിപ്പയർ ചെയ്ത്, പ്രത്യേകിച്ച് ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ മനോഹരമായി ഇതൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സ്വപ്നതുല്യമായ ഒരു അസിസ്റ്റൻറ്റ് മാനേജർ ജോലിയാണ്. പ്രത്യേകിച്ച് ബിടെക്കുകാരെ സംബന്ധിച്ച്, BE-ക്കാരെ സംബന്ധിച്ച്, ഫയർ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തവരെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ച അതേ ഡൊമൈനിൽ അതേ പഠിച്ചതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യാനുള്ള അവസരം, അതും SBI പോലെ ഒരു പ്രീമിയം സ്ഥാപനത്തിൽ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് ഈ അവസരം ഒട്ടും പാഴാക്കാതിരിക്കുക. ഏറ്റവും വേഗത്തിൽ തന്നെ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷനോട് കൂടി തന്നെ ഈ റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഒരു വീഡിയോ ഈ ചാനലിൽ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ഞാൻ ഇത്തരത്തിലുള്ള ജോബ് റിലേറ്റഡ്, സ്കിൽ ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്നതാണ്. അത് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.